ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ബ്രസീലിയൻ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. മസിൽ ഫാറ്റിഗാണ് വിഷയം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ട്രെയിനിങ്ങിലും നെയ്മർ ജൂനിയർ പങ്കെടുത്തിട്ടില്ല. തുടർച്ചയായ രണ്ടാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആണ് നെയ്മർ നഷ്ടപ്പെടുത്തുന്നത്. മസിൽ ഫാറ്റിഗാണ് വിഷയം. അത് ഗുരുതരമാവാതിരിക്കാൻ വേണ്ടിയാണ് നെയ്മർ ഇപ്പോൾ ട്രെയിനിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത്. അതായത് ഇഞ്ചുറി റിസ്ക് കുറക്കുക എന്ന ലക്ഷ്യമാണ് നെയ്മർക്കുള്ളത്. ഇന്ന് ജിമ്മിൽ കുറച്ചു നേരം നെയ്മർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അല്ലാതെ കളിക്കളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. പരിശീലകന്റെ ടെക്നിക്കൽ ആൻഡ് ടാക്ടിക്കൽ ട്രെയിനിങ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടില്ല എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നെയ്മറുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട. അതായത് പരിക്കുകളോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒരു മുൻകരുതൽ എന്ന രൂപേണയാണ് നെയ്മർ ഇപ്പോൾ ട്രെയിനിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത്. വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് ബ്രസീലിയൻ ലീഗിൽ മിറാസോൾ എന്ന ടീമിനെതിരെ സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും, സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർക്ക് തന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. മത്സരങ്ങൾ മികച്ച രൂപത്തിൽ കളിക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രസീലിയൻ ദേശീയ ടീമാണ് ഇപ്പോൾ നെയ്മറുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നെയ്മർ ഇപ്പോൾ മസിൽ ഫാറ്റിഗ് നിയന്ത്രിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നെയ്മർ ജൂനിയർ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തും. എന്നിട്ട് അടുത്ത മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.